നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സാധാരണക്കാരായ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. അത് വേറൊന്നുമല്ല, തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ VBG റാംജി, അതായത് വികസിത് ഭാരത് റാംജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പ്രധാനമായും സാധാരണ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയേക്കാളും കുറച്ചും കൂടി ആവിഷ്കരിച്ചാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഇത് ജൂലൈ 1 മുതലാണ് നമ്മുടെ നാടുകളിൽ ഇത് തുടങ്ങാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആദ്യം തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതെന്ന് പറയുമ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും 100 ദിവസം പണി ഉറപ്പ് നൽകുന്ന ഒരു സ്കീമാണ് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഈ സാധാരണ നാടുകളിലുള്ള വികസനം തന്നെയാണ് അതും ഉദ്ദേശിക്കുന്നത്. അതായത് കുളം വൃത്തിയാക്കുക, ജലസംഭരണികൾ വൃത്തിയാക്കുക, അതുപോലെ തന്നെ വൃക്ഷം നടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഈ ആൾക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസൊക്കെ വൃത്തിയാക്കുന്ന ഒരു സ്കീമും കൂടി ആയിരുന്നു ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് വ്യത്യാസമായത്, ഈ പുതിയ സ്കീം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ VBG റാംജി എന്താണ് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുമ്പോൾ 125 ദിവസമാണ് പണി ഉണ്ടാവുക. പിന്നീട് മൊത്തം നമുക്ക് ഡിജിറ്റലൈസ് ആവാൻ പോവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ അറ്റൻഡൻസും, അതായത് നമുക്ക് ജോലി വേണമെങ്കിൽ അതും, പിന്നെ ഈ KYC അപ്ഡേറ്റും വെരിഫിക്കേഷനും എല്ലാം തന്നെ ഒരു ഡിജിറ്റലൈസ് ഫോമിലേക്ക് മാറ്റാൻ പോവുകയാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് ബുക്കും പേനയും എന്നൊരു സ്കീം അവിടെ പൂർണ്ണമായും മാറ്റാൻ പോവുകയാണ്. പിന്നീട് ഈ ജോലിക്കാരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റാണ് പൈസ വരിക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായുമുള്ള മാറ്റങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. പിന്നീട് കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ സ്കീമിൽ 80 കോടിയാണ് നമ്മുടെ സർക്കാർ മാറ്റിവെച്ചിരുന്നത്. പക്ഷേ ഈ പുതിയ സ്കീമിൽ ഏകദേശം 85 കോടിയാണ് മാറ്റിവെച്ചിരുന്നത് പണ്ടത്തെ സ്കീമിൽ. പക്ഷേ ഈ പുതിയ സ്കീമിൽ 95,000 കോടി ഏകദേശം മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ അത്രയധികം നമ്മുടെ സർക്കാർ ഇതിനു വേണ്ടി എല്ലാവരുടെയും വേതനം കൂട്ടി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അപ്പോൾ സാധാരണക്കാർക്ക് എന്താണ് ഉപകാരം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കും, ഒരു കുടുംബത്തിന് 125 ദിവസം പണി കിട്ടും. അതായത് 25 ദിവസം നമുക്ക് എക്സ്ട്രാ പണിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ് കാര്യം നമുക്ക് ചോദിച്ചാലും അത്രയും ദിവസം നമുക്ക് കൂടുതൽ കിട്ടുകയില്ലേ. അതായത് നമുക്ക് എന്തെങ്കിലും ലോൺ അടയ്ക്കാനുണ്ടെങ്കിൽ അതടയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അങ്ങനെ ചിലവാക്കാം. അങ്ങനെ എന്തൊക്കെയായാലും അതൊരു ലാഭം തന്നെയല്ലേ. പിന്നെ അതിൻ്റെ ഈ പണിയെടുക്കുന്നവരുടെ വേജ് കൂട്ടുക എന്നുള്ളതാണ് അടുത്ത കാര്യം. പിന്നീട് എല്ലാവർക്കും എന്ന് വെച്ചാൽ ജസ്റ്റ് പണി ഓർഡർ ചെയ്താൽ തന്നെ പണി കിട്ടുക എന്നുള്ളതും ഇതിൻ്റെ ഒരു കാര്യം തന്നെയാണ്, പെട്ടെന്ന് തന്നെ പണി കിട്ടുക എന്നുള്ളത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ അഥവാ എന്തെങ്കിലും കാരണം പറഞ്ഞ് പണിയില്ലെങ്കിൽ അതിനെന്തെങ്കിലും പൈസ കിട്ടുന്നൊരു സ്കീമും ഇതിനകത്തുണ്ട്. പിന്നീട് പിന്നെ KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും പണി ലഭിക്കും എന്നൊരു ഉറപ്പ് നമ്മുടെ ഗവൺമെൻറ് തന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പണ്ടത്തെ സ്കീം മാറ്റാൻ കാരണം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ പണ്ട് 100 ദിവസമാണല്ലോ, അതെന്തുകൊണ്ട് മാറ്റി എന്ന് നമുക്ക് പറയാൻ പറയണമെങ്കിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെ. എന്ന് വെച്ചാൽ ഗ്രാമീണർക്ക് പൈസ കൂടുതൽ കിട്ടുക, പണി കൂടുതൽ കിട്ടുക, പിന്നെ ഈ ബുക്കും പേപ്പറും മാറ്റി ഫുൾ ഡിജിറ്റലൈസ്ഡ് ആക്കുക, പിന്നെ എന്തെങ്കിലും കാരണത്താൽ ഈ KYC അപ്ഡേറ്റ് ചെയ്തില്ല എന്ന് വെച്ച് പണി ലഭിക്കാതിരിക്കരുത് എന്നൊക്കെയുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഈ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ ഞാനൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാങ്കേതിക വിദ്യ എന്തൊക്കെയാണെന്നും കൂടി ഞാൻ പറയുകയാണ്. അതായത് ഇവിടെ ആധാർ വെരിഫിക്കേഷൻ ഡിജിറ്റലായിട്ടാണ്, അതുപോലെ തന്നെ അറ്റൻഡൻസ് സിസ്റ്റം ഡിജിറ്റലായിട്ടാണ്, അതുപോലെ തന്നെ മസ്റ്റ്രോൾ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായിട്ട് തന്നെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതായത് പണ്ടത്തെ കാട്ടിലും വലിയൊരു മാറ്റം തന്നെയാണ് ഈ ഒരു പുതിയ സ്കീമിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കും.
പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് കേന്ദ്രത്തിന് എത്ര പങ്ക്, നമ്മുടെ കേരളത്തിന് അതുപോലെ സംസ്ഥാനങ്ങൾക്ക് എത്ര പങ്ക് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് പണ്ടെന്ന് പറയുമ്പോൾ 100% നമ്മുടെ കേന്ദ്രം തന്നെയായിരുന്നു ഇതിന് പൈസ മാറ്റിവെച്ചിരുന്നത്. പക്ഷേ ഈ പുതിയ സ്കീമിൽ അങ്ങനെയല്ല, തികച്ചും മാറിയിരിക്കുന്നു. ഈ വികസിത സംസ്ഥാനങ്ങളിൽ ഏകദേശം 60% കേന്ദ്രവും 40% നമ്മുടെ സംസ്ഥാനങ്ങളും മാറ്റിവെക്കണം എന്നാണ് പുതിയ നിയമം. പിന്നെ ഈ വികസിതമല്ലാത്ത ഈ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ, അതായത് അരുണാചൽ പ്രദേശ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ ഏകദേശം 90% കേന്ദ്രം മാറ്റിവെക്കാമെന്നും 10% മാത്രം സംസ്ഥാനം മാറ്റിവെച്ചാൽ മതിയെന്നും ഉള്ളൊരു സ്കീമിലേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് ഏകദേശം 7 കോടി കുടുംബമാണ് ഇതിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വേണ്ടി. അപ്പോൾ അതിൽ ഏകദേശം 6 കോടി പേർക്ക് ജോലി ലഭിക്കുന്നുമുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് ഏകദേശം 90% പേർക്കും നമ്മുടെ ഇന്ത്യയിൽ ജോലി ലഭിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കും. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര പേർ 100 പണി കംപ്ലീറ്റ് ആക്കുന്നുണ്ട് എന്നുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഏകദേശം 50% പേർ മാത്രമാണ് 50% പേരും 100 പണി തികയ്ക്കുന്നില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. ഏകദേശം 10% പേർ മാത്രമാണ് 100 പണി തികയ്ക്കുന്നുള്ളൂ എന്നാണ് അടുത്ത കണക്കുകൾ പറയുന്നത്. പിന്നീട് ഇത് പ്രധാനമായിട്ടും സ്ത്രീ വികസനത്തിന് വേണ്ടിയാണല്ലോ സ്ത്രീ വികസനത്തിനും കൂടി വേണ്ടിയാണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ കണക്കുകൾ പ്രകാരം 58% സ്ത്രീകളാണ് ഇതിലിറങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ കേരളം അതുപോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അതിൽ കൂടുതലും സ്ത്രീകളാണ് എന്നുള്ളതും നമുക്ക് ആശ്വസിക്കാവുന്നതും നല്ലൊരു കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. കാരണം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്, അതായത് കേരള ഗവൺമെൻറ് ഒക്കെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീ വികസനവും സ്ത്രീ ശാക്തീകരണവും ഒക്കെ ആണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ഇത് വളരെ വലിയൊരു കാര്യമായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പിന്നീട് ഇത് ഗ്രാമങ്ങൾക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ 100 പണി മാറ്റി 125 പണിയാക്കുന്നതുകൊണ്ട് തന്നെ അത്രയും പൈസ സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടുകയും അവ ഈ സാധാരണക്കാരായ കടയിലോ അതുപോലെ തന്നെ കർഷകരുടെ അടുത്ത് പോയിട്ടോ സാധനം എടുക്കുകയും അങ്ങനെ ആ ഗ്രാമത്തിലൊരു സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി വരും. പിന്നീട് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സാധാരണക്കാർക്ക് ചെയ്യാൻ സാധിക്കും എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഏകദേശം കുറേ പേര് തന്നെ നമ്മുടെ കേരളത്തിലും ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അതായത് നാടോടി സ്ത്രീകൾ, ചെറിയ ചെറിയ കട നടത്തുന്നവർ, പിന്നെ പ്രായമായവർ എന്നിങ്ങനെ ധാരാളം പേർ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കും ഇതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. പിന്നീട് ഇവിടെ കുറച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 40% നമ്മുടെ സംസ്ഥാനം മാറ്റിവെക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത്രയും സാമ്പത്തിക സ്ഥിതി ഉണ്ടോ, അത് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ എന്നൊക്കെയാണ് അടുത്തൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്യുന്നത് സാധാരണ ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകൾക്കും അവർക്കൊക്കെ ഈ ഡിജിറ്റലൈസ് ആയതുകൊണ്ട് അവർക്കത് ഉപയോഗിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് പിന്നീട് ഉന്നയിക്കുന്നത്. ഇതൊക്കെ മാറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത് തന്നെയല്ലേ. പിന്നീട് ഇനി വരുന്ന വർഷങ്ങളിൽ, അതായത് ഇനിയും ഇതിനെ മാറ്റാനും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഫുള്ളി AI ഓട്ടോമേഷനും, പിന്നെ മൊത്തത്തിൽ ഡ്രോൺ വെച്ച് മൊത്തം നിരീക്ഷിക്കുകയും പിന്നീട് സാറ്റലൈറ്റ് വെച്ച് നിരീക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇതിന് ഫ്യൂച്ചറിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുന്നു. നന്ദി.